നമസ്കാരം. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിന്റെ മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും. പക്ഷെ ഇതൊരു പ്രോബ്ലം ആണെങ്കിൽ പോലും നമുക്ക് ഇനി ഒരു തിയറിയുടെ പാർട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണിത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കാം. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് ദി റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ഇൻ ടേംസ് ഓഫ് ദർ മാഗ്നിറ്റ്യൂഡ്സ്. ക്വസ്റ്റ്യൻ ഇതാണ്: find the magnitude and direction of the resultant of two vectors A and B. രണ്ട് വെക്ടറുകളുണ്ട്, എ ബി എന്ന് പറഞ്ഞ രണ്ട് വെക്ടറുകളുണ്ട്. അവയുടെ റിസൾട്ടന്റ്, അവയെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിസൾട്ടന്റ് കിട്ടും. നമുക്കറിയാം എ ബി എന്ന് പറഞ്ഞ രണ്ട് വെക്ടറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് അനലിറ്റിക്കൽ സൊല്യൂഷൻ നമ്മൾ മുമ്പ് പറഞ്ഞതനുസരിച്ചുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് അവരെ ആഡ് ചെയ്യാം. അപ്പം എയും ബിയും എന്ന് പറയുന്ന രണ്ട് വെക്ടറിനെ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടന്റ്, ആ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കുക, ഡിറക്ഷനും കണ്ടുപിടിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഓർക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ ആക്ച്വലി അത്തരത്തിൽ രണ്ട് വെക്ടറുകൾ ഉണ്ടെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. ഏതാണ്? റെയിൻ ഈസ് ഫോളിംഗ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് വിൻഡ് സ്റ്റാർട്ട്സ് ബ്ലോയിങ് വിത്ത് എ സ്പീഡ് ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദി ഈസ്റ്റ് ടു വെസ്റ്റ് ഡിറക്ഷൻ. ആ ഒരു കേസിൽ മഴ താഴോട്ട് പെയ്യുന്നുണ്ട്, കാറ്റ് ഒരു ഡിറക്ഷനിൽ അടിക്കുന്നുണ്ട്. അതിന്റെ കേസിൽ അതിന്റെ റിസൾട്ടന്റ് മഴ പെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള നമ്മൾ ഇത്തരത്തിൽ വെക്ടറിന്റെ റെസൊല്യൂഷൻ വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. അവിടെ നമ്മൾ പറഞ്ഞു അതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നതിന്, റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നതിന് എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് എ വൈ, എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അല്ലെ? മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നതിന്, റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നതിന് റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആംഗിൾ കണ്ടുപിടിക്കാൻ, ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡിറക്ഷൻ ആണ്, ഡിറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ വൈ ബൈ എ എക്സ് ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഒരു രണ്ട് വെക്ടറുകൾ ഉണ്ടെങ്കിൽ അവയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും അവയുടെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷെ എന്തിനാണ് അപ്പൊ വീണ്ടും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം? അതെന്താണെന്നുള്ളത് ഈ പ്രോബ്ലം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. പ്രോബ്ലത്തിന് ശേഷം ഇതും ഇതിനു മുമ്പ് ചെയ്ത ആ ഒരു പ്രോബ്ലവും തമ്മിലുള്ള കണക്ഷനും അതിനുശേഷം എല്ലാം നമ്മൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് രണ്ട് വെക്ടറുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും കണ്ടുപിടിക്കുന്ന എന്നുള്ള ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നമുക്ക് ആ ഒരു സെഷൻ അവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം നമ്മുടെ പ്രോബ്ലത്തിലോട്ട് ഞാൻ ഒരിക്കൽ കൂടി കിടക്കുന്നു. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടർ ഉണ്ട്. ആ രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, ആ കിട്ടുന്ന റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ടോപ്പിക്. ഞാൻ തൽക്കാലം ആ പ്രോബ്ലം ഇവിടുന്ന് മായ്ക്കുകയാണ്. അതിനുശേഷം ആ പറഞ്ഞ പ്രോബ്ലം നമ്മളോട് ചോദിച്ച കാര്യം നമുക്ക് ഇവിടെ ഒരു ഫിഗർ ആയിട്ട് നമുക്ക് വരയ്ക്കുകയാണ്. ഇതാണ് എന്റെ ഒന്നാമത്തെ വെക്ടർ എ എന്ന് പറയുന്ന വെക്ടർ. ഇതാണ് വെക്ടർ എ. ആൻഡ് ഇതാണ് എന്റെ വെക്ടർ ബി. ഓക്കെ, രണ്ടുപേരും കൂടെ ഒരു കോമൺ ഒറിജിനിൽ അവരെ കണക്ട് ചെയ്തിട്ടുണ്ട്. ടെയിൽ ടു ടെയിൽ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വെക്ടർ എ ഉണ്ട്, വെക്ടർ ബി ഉണ്ട്. ഇവയുടെ റിസൾട്ടന്റ് വരയ്ക്കാൻ നമുക്ക് ഇപ്പൊ എളുപ്പം. ഞാൻ ഇവിടെ ടെയിൽ ടു ടെയിൽ കണക്ട് ചെയ്തത് കൊണ്ട് പാരലോഗ്രാം ലോ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. സോ പാരലോഗ്രാം ലോ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒരു പാരലോഗ്രാം ആയിട്ട് ഞാൻ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാണ്. പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പാരലോഗ്രാമിന് കോമൺ ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന ഡയഗണൽ ആയിരിക്കും, ഇതായിരിക്കും അതിന്റെ റിസൾട്ടന്റ് വെക്ടർ ആർ എന്ന് പറയുന്നത്. ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം, ഡിറക്ഷനും കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഒരു ആംഗിൾ ആയിട്ട് ഞാനിവിടെ തീറ്റ എന്ന് പറഞ്ഞ ഒരു ആംഗിളിനെ വിളിക്കുകയാണ്. തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഈ എ വെക്ടറും ബി വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഇത്ര കാര്യം മനസ്സിലാക്കുക. ഇപ്പം ഒന്നാമത്തെ വെക്ടർ എ, രണ്ടാമത്തെ വെക്ടർ ബി, അതിന്റെ റിസൾട്ടന്റ് നമ്മൾ പാരലോഗ്രാം ലോ വെച്ചിട്ട് കണ്ടുപിടിച്ചു. അതാണ് റിസൾട്ടന്റ് വെക്ടർ ആറ്. എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങളുടെ എൻസിആർടിയിൽ അതേ നൊട്ടേഷൻസ് തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഇത് ഒറിജിൻ ഒ എന്ന് വിളിക്കുന്നു. എ എന്ന് പറയുന്ന ഈ വെക്ടറിന്റെ ഈ എൻഡിനെ ഞാൻ പി എന്ന് വിളിക്കുന്നു. അപ്പം ഒ പി എന്ന് പറയുന്നതാണ് എ വെക്ടർ. ഇവിടെ ഞാൻ ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ ഓർക്കുക, ഒ ക്യൂ എന്ന് പറയുന്നതാണ് ബി വെക്ടർ. ഒ പി ക്യൂ. ആർ എന്ന് പറയുന്ന റിസൾട്ടന്റ് വെക്ടർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ എസ് എന്ന് കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ഇതിനെ ഇങ്ങോട്ട് താഴോട്ടൊന്ന് ഇങ്ങോട്ടേക്കൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. താഴോട്ട് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചോണ്ട് നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആയിരിക്കും വരിക. ഇത് മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ ഞാൻ എൻ എന്നും വിളിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ
നമുക്ക് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ OSN. കൺസിഡർ ട്രയാങ്കിൾ OSN. OSN എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമുക്ക് നോക്കുമ്പോൾ പറയാം OSN ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആറിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ആണ് ഒരു വെക്ടറിന്റെ ലെങ്ത് ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ലെങ്ത് OS എന്ന് പറഞ്ഞ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാണ്. പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്കറിയാം OS സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ON സ്ക്വയർ പ്ലസ് SN സ്ക്വയർ ആണ് നമുക്കറിയാം. ON സ്ക്വയർ പ്ലസ് SN സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? നോക്കി, OS സ്ക്വയർ ഈസ് ഈക്വൽ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ON സ്ക്വയർ പ്ലസ് SN സ്ക്വയർ നമ്മൾ എഴുതി. ഓക്കെ, ഇനി ON എന്ന് പറഞ്ഞാൽ ഏതാണ്? OP പ്ലസ് PN ആണ്. ക്ലിയർ ആണല്ലോ? O2N. ഈ ON എന്ന് പറയുന്നത് OP പ്ലസ് PN ആണ്. ഞാൻ ഇവിടെ ഒന്ന് മാറ്റി എഴുതുകയാണ്. ON എന്ന് പറയുന്നത് OP പ്ലസ് PN ആണ്. അപ്പൊ അതിന്റെ ഹോൾ സ്ക്വയർ ON സ്ക്വയറിനെ മാറ്റിയിട്ട് OP പ്ലസ് PN എന്നാക്കി അതിന്റെ സ്ക്വയർ പ്ലസ് SN സ്ക്വയർന്ന് എഴുതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ മാത്രം ഞാൻ എടുക്കുന്നു. ഞാൻ തൽക്കാലം ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഞാൻ മറ്റൊരു സ്റ്റെപ്പ് ഇടയ്ക്ക് അത് ചെയ്യുകയാണ്. കൺസിഡർ ട്രയാങ്കിൾ PSN. ഞാൻ അത് ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. കൺസിഡർ ട്രയാങ്കിൾ PSN. PSN എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് ഏതാണ്? PSN. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം ഈ ഇതും പാരലോഗ്രാമിന്റെ രണ്ട് സൈഡുകൾ ഇങ്ങനെ പാരലൽ ആയിട്ടാണ് വരുന്നത്. പാരലോഗ്രാം ആണല്ലോ, ഇത് പാരലാണ്. അപ്പൊ ആ ഒരു പാരൽ ലൈൻ ഇങ്ങനെ ഒരു ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഈ ആംഗിളും ഇവിടെയുള്ള ഈ ആംഗിളും സെയിം തന്നെയായിരിക്കും. അപ്പൊ ഇത് തീറ്റ ആണെങ്കിൽ അതും തീറ്റ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്യാൻ പറഞ്ഞ ട്രയാങ്കിൾ PSN. ആ PSN എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെ സൈൻ തീറ്റ എന്താണ്? അപ്പൊ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. PSN എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ SN ആണ്. SN ഡിവൈഡഡ് ബൈ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഏതാണ്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ലൈനാണ്. ഏതാണ്? PS എന്ന് പറഞ്ഞ ലൈനാണ് ഇത്. ഈ ലൈൻ അത് ഏത് തന്നെയാണ്? നമ്മുടെ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ അതേ ലെങ്ത് തന്നെയായിരിക്കും അത്. അതേതാണ്? നമ്മുടെ B എന്ന് പറയുന്ന വെക്ടറാണ്. ക്ലിയർ ആണല്ലോ? സോ ഞാൻ അതിനെ B എന്ന് എഴുതി. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടുത്തെ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് സൈൻ SN ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ഇതാണ്. ഏതാണ്? PS ആണ്. PS എന്ന് പറയുന്നത് ഈ ഒരു പാരലോഗ്രാമിന്റെ ഈ ഒരു ലെങ്ത് ആണ്. നമ്മുടെ ഈ ഒരു പാരലോഗ്രാമിന്റെ ഒരു സൈഡാണ്. ആ സൈഡും ഈ സൈഡും സെയിം ആയിരിക്കും. OQ എന്ന് പറയുന്ന സൈഡ് സെയിം ആയിരിക്കും. അത് B ആണ്. അതുകൊണ്ട് SN ഡിവൈഡ് ബൈ B എന്ന് ഞാൻ എഴുതി. ഈ B യെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ, സൈൻ തീറ്റയുടെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ B സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു SN എന്ന് നമുക്ക് കിട്ടും. B സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു SN എന്ന് കിട്ടും. ഇനി അതേ ട്രയാങ്കിൾ തന്നെ ട്രയാങ്കിൾ PSN ഇവിടെ കിടക്കുന്ന ഈ ഒരു ചെറിയ ട്രയാങ്കിൾ തന്നെ കോസ് തീറ്റ നമ്മൾ എടുത്താൽ, ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് ഏതാണ്? ഇതിന്റെ അഡ്ജസന്റ് സൈഡ് PN ആണ്. സോ PN ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് PN. ഹൈപ്പോട്ടന്യൂസ് നേരത്തെ പോലെ തന്നെ PS ആണ്. PS എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? OQ തന്നെയാണ്. അതിനെ നമുക്ക് B എന്ന് എഴുതാം. സോ B എന്ന് എഴുതി. B ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ B കോസ് തീറ്റ ഈസ് ഈക്വൽ ടു PN എന്നും നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇത് ഞാൻ ചെയ്തത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ മുമ്പത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ ഒരു PN ഉണ്ട്. അപ്പൊ PN പകരം B കോസ് തീറ്റ എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഒരു SN ഉണ്ട്. SN പകരം B സൈൻ തീറ്റ എന്ന് കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻ ബിറ്റ്വീൻ ഇത് ചെയ്തു വെച്ചത്. ഇനി ഇത് ചെയ്തപ്പോൾ തന്നെ ഇനി മുതൽ നമുക്ക് ഇങ്ങനെ സൈൻ തീറ്റയും കോസ് തീറ്റയും എന്ന് എഴുതി നോക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സ്റ്റെപ്പിലോട്ട് എങ്ങനെ വരാമെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് കൺസിഡർ ട്രയാങ്കിൾ PSN എന്നാണ്. ഈ ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിച്ച് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കൺസിഡർ ട്രയാങ്കിൾ PSN എന്നാണ്. അപ്പൊ PSN ഏതാണ്? PSN എന്ന് പറഞ്ഞത് ഇവിടെ കിടക്കുന്ന ഈ ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളില് എനിക്ക് അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന SN എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എനിക്ക് കിട്ടണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇപ്പൊ ഈ ട്രയാങ്കിൾ നോക്കിയേ, PSN എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആംഗിൾ ഏതാ ഉള്ളത്? ഇവിടെ ഒരു തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്. ഇനി നമുക്ക് കിട്ടേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ SN ആണ് കിട്ടുന്നതെങ്കിൽ
ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സൈൻ തീറ്റ ആണ്. സൈൻ തീറ്റ ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഓർക്ക് എനിക്ക് ഓപ്പോസിറ്റ് സൈഡാണ് SN എന്ന് പറഞ്ഞ സൈഡാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ അത് ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് എപ്പോഴും ഓർക്കുക സൈൻ തീറ്റയെ വരത്തുള്ളൂ എപ്പോഴും. ക്ലിയർ ആണല്ലോ? ഇനി സൈൻ തീറ്റയുടെ കൂടെ നമ്മൾ എഴുതേണ്ടത് ഈ ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് ഏതാണോ അത് കൃത്യമായിട്ട് അങ്ങ് എഴുതി വെച്ചേക്കുക. ഈ ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഈ ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് ഇതാണ്. ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? അത് B എന്ന് പറയുന്നതാണ്. അപ്പം ഈ SN എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സൈൻ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് SN, അതുകൊണ്ട് സൈൻ തീറ്റ എന്ന് മനസ്സിലോട്ട് ഓർക്കുക. കൂടെ അതിന്റെ ഹൈപ്പോട്ടന്യൂസും കൂടെ എഴുതുക B. അപ്പൊ B സൈൻ തീറ്റ ഇവിടെ നോക്കി നമുക്ക് കിട്ടിയതല്ലേ SN = B സൈൻ തീറ്റ എന്നാണ് കിട്ടിയത്. അതുപോലെ നമുക്ക് PN എത്രയാണെന്ന് കിട്ടണമെങ്കിൽ തീറ്റയുടെ ഏത് സൈഡാണ് PN എന്ന് നോക്കുക. തീറ്റയുടെ ഏത് സൈഡാണ് PN? അഡ്ജസന്റ് സൈഡാണ് PN. അപ്പൊ അഡ്ജസന്റ് സൈഡ് എപ്പോഴും വരുന്നത് കോസ് തീറ്റ ആയിരിക്കും. ആ കോസ് തീറ്റയുടെ കൂടെ ഹൈപ്പോട്ടന്യൂസ് ഏതാണോ അതങ്ങ് ആഡ് ചെയ്തേക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? B ആണ്. അപ്പൊ B കോസ് തീറ്റ. അപ്പൊ PN എന്ന് പറഞ്ഞാല് B കോസ് തീറ്റ ആയിരിക്കും. അപ്പൊ ഇനി മുതൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ സ്റ്റെപ്പുകൾ വരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തു നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നേരിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യാം? നമുക്ക് ഏത് ട്രയാങ്കിളിന്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ട്രയാങ്കിൾ നോക്കുക, അതിലുള്ള ആംഗിൾ നോക്കുക. അതിലുള്ള ആംഗിൾ തീറ്റയാണ് ഇവിടുത്തെ കേസിൽ. ഓപ്പോസിറ്റ് സൈഡ് SN എത്രയാണെന്ന് നമുക്ക് കിട്ടണമെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് സൈൻ തീറ്റ എന്ന് ഓർക്കുക, അതിന്റെ കൂടെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ B സൈൻ തീറ്റ. ഇനി PN എത്രയാണെന്നാണ് കിട്ടേണ്ടതെങ്കിൽ തീറ്റയുടെ ഏത് സൈഡാണ് PN? അഡ്ജസന്റ് സൈഡാണ്, അതുകൊണ്ട് അത് കോസ് തീറ്റ വരും, അതിന്റെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം B കോസ് തീറ്റ എന്ന് കിട്ടും. നോക്കുമ്പോൾ പറയാം PN = B കോസ് തീറ്റ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ചെയ്ത് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ പ്രൂഫിലേക്ക് വരികയാണ്. എവിടെയാണ്? OS². നമ്മുടെ വലിയ ട്രയാങ്കിൾ നമ്മൾ എടുത്തായിരുന്നു. ഏതാണ്? OSN എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിൾ എടുത്തായിരുന്നു. അതിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ OS² = ON² + SN² നമ്മൾ എഴുതി. ON എന്ന് പറഞ്ഞാല് OP + PN എന്ന് എഴുതി. OP + PN² + SN² എന്ന് എഴുതി. ഇത് നമ്മൾ ഇതിലേക്ക് ഇപ്പൊ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പൊ അവിടെ നോക്കുക, നമുക്കറിയാം OP എന്ന് പറഞ്ഞാൽ എന്താ നോക്കി, O to P എന്ന് പറഞ്ഞാൽ നമ്മുടെ വെക്ടർ A ആണ്. സോ വെക്ടർ A + PN നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? B കോസ് തീറ്റ ആണ്. (² + SN എന്താണ്? B സൈൻ തീറ്റ ആണ്. അപ്പം B സൈൻ തീറ്റ (² നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഞാൻ ഈ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് എഴുതി ഞാൻ മായ്ച്ചു കളയാണ്. നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് A + B കോസ് തീറ്റ (² ആണ്. അതായത് A + B (² എന്നുള്ളതാണ്. A + B (² നമുക്കറിയാം A² + 2AB + B² എന്നാണ്. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A² + 2AB കോസ് തീറ്റ 2AB കോസ് തീറ്റ പ്ലസ് ഇതിന്റെ സ്ക്വയർ വരുമ്പം B² cos² തീറ്റ എന്ന് വരും. ഇതാണ് ഇതിനെ A + B (² ടേമിൽ എക്സ്പാൻഡ് ചെയ്തത്. ഇനി സെക്കൻഡ് ടേം B സൈൻ തീറ്റ (² വേണം, അത് പ്ലസ് B² sin² തീറ്റ എന്ന് വരും. ഇനി ആദ്യത്തെ ടേം ഞാൻ അങ്ങനെ തന്നെ എഴുതി, A² + രണ്ടാമത്തെ ടേം 2AB cos തീറ്റ എന്ന് എഴുതി, പ്ലസ് അടുത്ത രണ്ട് ടേമിനകത്ത് ഞാൻ ഈ B² കോമൺ എടുക്കുന്നു. ഇവിടെയും B² ഉണ്ട്, ഇവിടെയും B² ഉണ്ട്. സോ B² കോമൺ എടുത്തു കഴിയുമ്പം ബാക്കിയുള്ളത് ഫസ്റ്റ് ടൈമില് cos² തീറ്റ പ്ലസ് സെക്കൻഡ് ടൈമില് sin² തീറ്റ എന്നാണ്. cos² തീറ്റ പ്ലസ് sin² തീറ്റ നമുക്കറിയാം 1 ആണ്. അപ്പൊ നമുക്ക് ഈ ടൈം 1 ആയിട്ട് പോകും. അത് 1 ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്ന ഇവിടെ B² എന്നാണ് കിട്ടുക. ഇതിപ്പോ കിട്ടിയിരിക്കുന്നത് എന്താണ്? OS² എന്നുള്ളതാണ്. OS-ന്റെ സ്ക്വയർ. OS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ R തന്നെയാണത്. അപ്പൊ ഇതിപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നത് റിസൾട്ടന്റ് വെക്ടറിന്റെ സ്ക്വയർ ആണ്, R² എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് R എത്രയാണ് കിട്ടിയാൽ മതി. R എത്രയാണെന്ന് കിട്ടണമെങ്കിൽ ഇതിന്റെ റൂട്ട് എടുക്കണം. സോ നമുക്ക് കിട്ടുന്നു റിസൾട്ടന്റ് വെക്ടർ R = root of A² + B² + 2AB cos തീറ്റ. ഇവിടെ നോക്കുമ്പോ അറിയാം റിസൾട്ടന്റ് വെക്ടർ R = അതിന്റെ ലെങ്ത് ആണ്, അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. root of A² + B² + 2AB cos തീറ്റ എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ച ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. നമ്മുടെ രണ്ട് വെക്ടർ ഉണ്ടായിരുന്നു. OP എന്ന് പറയുന്ന A എന്ന് പറഞ്ഞ ഒരു വെക്ടർ ഉണ്ട്,
ഒ ക്യൂ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ആ എ എന്ന് പറയുന്ന വെക്ടറിന്റെയും ബി എന്ന് പറയുന്ന വെക്ടറിന്റെയും റിസൾട്ടന്റ് ആണ് നമ്മുടെ ആർ എന്ന് പറയുന്ന വെക്ടർ. അപ്പൊ ആറിന്റെ ലെങ്ത് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് √(a²+b²+2ab cos θ. സോ നമ്മൾ ആ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇതിലൊരു കോസ് ഇതിലുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ ലോ ഓഫ് കൊസൈൻസ് എന്നാണ് വിളിക്കുന്നത്. ലോ ഓഫ് കൊസൈൻസ് എന്നാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ വെക്ടറുകൾ എ എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എയും ബി എന്ന് പറഞ്ഞ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ബിയും നമുക്കുണ്ടെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ്. അപ്പം എ എത്രയാണെന്ന് നമുക്കറിയാം, ബി എത്രയാണെന്ന് നമുക്കറിയാം, രണ്ട് വെക്ടറും അറിയാം, എയും ബിയും അറിയാം, അവര് തമ്മിലുള്ള ആംഗിൾ തീറ്റയും അറിയാമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ റിസൾട്ടന്റ് വെക്ടർ, ഇനിയിപ്പം വരച്ചു നോക്കേണ്ട കാര്യം പോലും ഇല്ല, റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഏതാണ്? R = √(a²+b²+2ab cos θ. ഇനി നമുക്ക് അവയുടെ ഡിറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അടുത്തതായി ഡിറക്ഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ വീണ്ടും ഇവിടെ രണ്ട് ട്രയാംഗിൾസ് കൺസിഡർ ചെയ്യുകയാണ്. ഒന്നാമതായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ട്രയാംഗിൾ നമ്മൾ മുമ്പ് കൺസിഡർ ചെയ്ത പോലെ SPN എന്ന് പറയുന്ന ട്രയാംഗിൾ ആണ്. ട്രയാംഗിൾ SPN ട്രയാംഗിൾ നിങ്ങൾക്ക് നോക്കാം. SPN ആ ട്രയാംഗിളില് എനിക്ക് SN = എത്രയാണെന്നുള്ളത് വേണം. ഞാൻ നേരത്തെ ഒരു എളുപ്പവഴി പറഞ്ഞായിരുന്നു. SN ആണ് എനിക്ക് വേണ്ടത്. ഈ ട്രയാംഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള ആംഗിൾ തീറ്റ ആണ്. ആ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് SN. അതുകൊണ്ട് അവർക്ക് അവിടെ സൈൻ തീറ്റ എന്ന് വരും. ഇനി ഈ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ഏത് നോക്കുക. ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഇതാണ് അതിന്റെ ഹൈപ്പോട്ടന്യൂസ്. അത് ഏത് തന്നെയാണ്? ബി തന്നെയാണ്. അപ്പം ബി സൈൻ തീറ്റ എന്നായിരിക്കും. നമ്മൾ തൊട്ട് മുമ്പ് ഇവിടെ നമ്മൾ ചെയ്തു വെച്ചതുമാണ്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. ബി സൈൻ തീറ്റ എന്ന് വരും. SN = b സൈൻ തീറ്റ. ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു ട്രയാംഗിൾ OSN കൺസിഡർ ചെയ്യുന്നു. നോക്കിയാൽ അറിയാം, വലിയ ട്രയാംഗിൾ ആണ് OSN. ട്രയാംഗിൾ OSN കൺസിഡർ ചെയ്യുന്നു. ഈ വലിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ഇനി അതിലേക്ക് ഞാൻ ഒരു ആംഗിൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ടന്റും എയും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിളിനെ ഞാൻ ആൽഫ എന്നും, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഇതാണ് നമ്മുടെ റിസൾട്ടന്റ്. O മുതൽ S വരെയുള്ള ഇതാണ് നമ്മുടെ റിസൾട്ടന്റ്. ആ റിസൾട്ടന്റ് നമ്മുടെ എ എന്ന് പറയുന്ന വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ ആൽഫ എന്നും, അതുപോലെ റിസൾട്ടന്റും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇതാണ് റിസൾട്ടന്റും ബി എന്ന് പറയുന്ന വെക്ടർ, ഇതാണ് ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ബീറ്റ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പറഞ്ഞ ട്രയാംഗിൾ. കൺസിഡർ ട്രയാംഗിൾ OSN. ഈ വലിയ ട്രയാംഗിൾ ആണ്. ഈ ട്രയാംഗിളിനകത്ത് നമുക്ക് SN എത്രയാണെന്നുള്ളത് വേണം. SN വീണ്ടും ഞാൻ SN = അപ്പൊ നമ്മളോട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ട്രയാംഗിൾ OSN ഈ ട്രയാംഗിൾ ആണ്. ഇതിലുള്ള അവൈലബിൾ ആയിട്ടുള്ള നമുക്കുള്ള ആംഗിൾ ഏതാണെന്ന് നോക്കുക. ഇതിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ആൽഫ ആണ്. ഇതിലുള്ള ആംഗിൾ OSN എന്ന് പറഞ്ഞ ഈ ട്രയാംഗിളിലെ ആംഗിൾ ഏതാണ്? ആൽഫ ആണ്. ആൽഫയുടെ ഏത് സൈഡാണ് SN? അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അതുകൊണ്ട് സൈൻ ആൽഫ എന്ന് വരും. ഇനി നമ്മൾ നോക്കേണ്ടത് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് നോക്കുക. ഹൈപ്പോട്ടന്യൂസ് നമ്മുടെ R എന്ന് പറയുന്ന ഈ വലിയ OS എന്ന് പറഞ്ഞ ഈ ലൈൻ തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ ആൻസർ എന്താന്ന് വരും? R സൈൻ ആൽഫ എന്ന് വരും. ഒരിക്കൽ കൂടി നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കൺസിഡർ ട്രയാംഗിൾ OSN ഈ ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സൈൻ ആൽഫ എത്ര നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ആൽഫ = ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇതാണ് SN ആണ്. SN ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? OSN എന്ന് പറഞ്ഞ ഈ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് OS ആണ്. അതേതാണ്? നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ R ആണ്. സോ നമുക്ക് R എന്ന് എഴുതാം. ഈ R നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R സൈൻ ആൽഫ SN എന്ന് കിട്ടും. അത് തന്നെയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. SN = R സൈൻ ആൽഫ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എഴുതി നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നേരിട്ട് ഇപ്പോൾ പറഞ്ഞ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നതും SN = b സൈൻ തീറ്റ ആണ്. രണ്ടാമത് കിട്ടിയിരിക്കുന്നതും SN = R സൈൻ ആൽഫ എന്നാണ്. രണ്ടും SN ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്നാന്ന് കിട്ടും? b സൈൻ തീറ്റ = R സൈൻ ആൽഫ എന്ന് കിട്ടും. അത് നമുക്ക് എങ്ങനെ എഴുതാം? b സൈൻ തീറ്റ = R സൈൻ ആൽഫ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. b ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ R ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഈ ഇക്വേഷൻ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ b സൈൻ തീറ്റ എന്ന് കിട്ടും. b
ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ആർ സൈൻ ആൽഫ എന്ന് കിട്ടും. ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ആർ സൈൻ ആൽഫ എന്ന് കിട്ടും. സോ ഇത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന് എനിക്കൊരു അടുത്തൊരു ഇക്വേഷൻ ആയിട്ട് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് മാറ്റി എഴുതാം. ബി ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് ഈ പിയിൽ നിന്നും ഈ ആർ എന്ന് പറയുന്ന നമ്മുടെ റിസൾട്ടന്റ് വെക്ടറിലേക്ക് ഞാൻ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഇതൊരു പെർപെൻഡിക്കുലർ ആയിരിക്കും വരിക. ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെ ഞാൻ എം എന്ന് വിളിക്കുന്നു. അതിനുശേഷം നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ആ ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കിൾ ഒ എം പി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ ഒ എം പി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. നോക്കുമ്പോൾ അറിയാം ഒ എം പി എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ആ ട്രയാങ്കിൾ എനിക്ക് എം പി എത്രയാണെന്നുള്ള വേണം, എം പി എത്രയാണെന്നുള്ള വേണം. അപ്പൊ ആ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുക. ഒ എം പി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് വന്നിരിക്കുന്നത്. അതിലെ അവൈലബിൾ ആംഗിൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ആൽഫ ആണ് നമുക്കുള്ള ആംഗിള്. നമുക്ക് വേണ്ടത് എം പി ആണ്. അപ്പൊ ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എം പി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് നമുക്കറിയാം അത് എങ്ങനെ വരും, ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് സൈൻ ആൽഫ എന്ന് വരും. ഓക്കെ, ഇനി ഇതിന്റെ ഹൈപ്പോട്ടനീസ് നോക്കുക. ഈ ട്രയാങ്കിളിന്റെ ട്രയാങ്കിൾ ഒ എം പി എന്നുള്ള ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനീസ് നോക്കുക. ഹൈപ്പോട്ടനീസ് നമ്മുടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ഒരു ലൈനാണ് ഹൈപ്പോട്ടനീസ്. ഹൈപ്പോട്ടനീസ് ഏതാണ്, ഒ പി എന്ന് പറയുന്ന എ ആണ് ഹൈപ്പോട്ടനീസ് വരുന്നത്. അവിടെ നമുക്ക് എന്നാന്ന് കിട്ടും, എ സൈൻ ആൽഫ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ എം പി എസ് എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ, ഈ മേളിൽ കിടക്കുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. എം പി എസ് ഞാനിവിടെ എഴുതുന്നു. ട്രയാങ്കിൾ എം പി എസ് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നു. നോക്കുമ്പോൾ അറിയാം ട്രയാങ്കിൾ എം പി എസ് ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഈ ആംഗിൾ ബീറ്റ ആണെങ്കിൽ ഈ കിടക്കുന്ന ആംഗിളും ബീറ്റ ആയിരിക്കും. കാരണം രണ്ട് പാരലൈൻസ്, നമ്മുടെ പാരലോഗ്രാമിന്റെ രണ്ട് സൈഡാണ്. രണ്ട് പാരലൈൻസിനെ ഇങ്ങനെ ക്രോസ് ചെയ്തൊരു ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ആംഗിളും ഇതിന്റെ ഇവിടെ കിടക്കുന്ന ആംഗിളും സെയിം ആയിരിക്കും. അപ്പൊ ഇത് ബീറ്റ ആണെങ്കിൽ ഇതും ബീറ്റ ആയിരിക്കും. അങ്ങനെയാണ് നിങ്ങളോട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ എം പി എസ് ആണ്. ട്രയാങ്കിൾ എം പി എസ് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ആംഗിൾ ബീറ്റ ആണ്. സോ എനിക്ക് വീണ്ടും ഇവിടുന്ന് വേണ്ടത് എം പി എത്രയാന്ന് വേണം. എം പി നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഈ ലൈനാണ് എം പി. നമ്മുടെ ട്രയാങ്കിളിൽ അവൈലബിൾ ആയിട്ടുള്ള ആംഗിൾ ബീറ്റ ആണ്. ബീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എം പി. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വരും, സൈൻ ബീറ്റ എന്ന് വരും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ട്രയാങ്കിളിനകത്തെ ഹൈപ്പോട്ടനീസ് ആണ് നോക്കുക. ഹൈപ്പോട്ടനീസ് ആണ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇതാണ് ഹൈപ്പോട്ടനീസ്. അതേതാണ്, പി എസ് എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടനീസ്. പി എസ് എന്ന് പറയുന്ന ഏത് തന്നെയാണ്, നമ്മുടെ ബി എന്ന് പറയുന്ന വെക്ടർ തന്നെയാണ്. സോ ബി സൈൻ ബീറ്റ എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ രണ്ടും എഴുതി വെച്ചിരിക്കുന്നത് എം പി ഇസ് ഈക്വൽ ടു എ സൈൻ ആൽഫ, എം പി ഇസ് ഈക്വൽ ടു ബി സൈൻ ബീറ്റ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? രണ്ടും എം പി ആയതുകൊണ്ട് നമുക്ക് ഇവരെ ഈക്വേറ്റ് ചെയ്യാം. എങ്ങനെ കിട്ടും, എ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ ബീറ്റ എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എ ഡിവൈഡഡ് ബൈ സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ എന്ന് എഴുതാം. നോക്കിയേ, എ ബൈ സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി സൈൻ ബീറ്റ എന്ന് കിട്ടും. എ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി സൈൻ ബീറ്റ എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇവിടെ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിച്ചാൽ ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 3യും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഇതിലും ബി ബൈ സൈൻ ആൽഫ ഉണ്ട്, ഇതിലും ബി ബൈ സൈൻ ആൽഫ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 3 ഇക്വേഷനുകൾ ഒരൊറ്റ ഇക്വേഷൻ ആയിട്ട് എഴുതാം. കാരണം എന്നാ, എ ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ. ഇനി ബി ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റ എന്ന് കിട്ടിയ ഈ 3 ഇക്വേഷൻ ഈക്വൽ ആണ്. കാരണം എ ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ, ബി ബൈ സൈൻ ആൽഫ തന്നെ ഏതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആർ ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ 3 ഇക്വേഷനുകൾ നമുക്ക് ഒരുമിപ്പിച്ച് എഴുതിയാൽ നമുക്ക് എങ്ങനെ കിട്ടും, ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 3യും കൂടെ നമുക്ക് എഴുതിയാൽ നമുക്ക് കിട്ടും എ ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം. നോക്കിയേ, എ ബൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റ എന്നൊരു ഇക്വേഷൻ ആയി. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം എന്താണ് എ ബി ആർ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ഒന്നാമത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, നമ്മുടെ ഫസ്റ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ എയും ബിയും നമുക്കുണ്ടെങ്കിൽ
നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത്. സോ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ. അപ്പൊ നമുക്ക് റിസൾട്ടന്റ് കിട്ടി. അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്, റിസൾട്ടന്റ് ഉണ്ട്. എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അതും ക്വസ്റ്റ്യനിലുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ഏതാ ഈ രണ്ട് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആൽഫ കിട്ടും. സോ നമുക്ക് ബിയും അറിയാം, ആറും അറിയാം, സൈൻ തീറ്റ അറിയാമെങ്കിൽ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാം. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ എ എന്ന് പറയുന്ന വെക്ടറിൽ നിന്നും എത്ര ആംഗിൾ മാറിയാണെന്നുള്ളതാണ് ആൽഫ. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? റിസൾട്ടന്റിന്റെ ഡിറക്ഷൻ ആണ് കിട്ടിയത്. റിസൾട്ടന്റ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് കിട്ടിയത്. ഇനി അല്ല, നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ വേണം നമുക്ക് എടുക്കാം. ഈ രണ്ട് ഇക്വേഷൻ എടുത്ത് നോക്കിയേ. എ ബൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റ. എയും ഉണ്ട്, ആറും ഉണ്ട്, തീറ്റയും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബീറ്റ കണ്ടുപിടിക്കാം. ബീറ്റ എന്താണ്? റിസൾട്ടന്റ് ബിയിൽ നിന്ന് എത്ര മാറിയാണ് റിസൾട്ടന്റ് എന്നുള്ളത്. അപ്പൊ അത് കിട്ടിയാലും നമുക്ക് മതി. അപ്പൊ അതായത് നമുക്ക് ആൽഫയോ ബീറ്റയോ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി. നമുക്ക് റിസൾട്ടന്റ് നിൽക്കുന്നത് എവിടെയാണെന്ന് കിട്ടും. എയിൽ നിന്നും എത്ര ആംഗിൾ മാറിയാണെന്നുള്ളതാണ് ആൽഫ പറയുന്നത്. ബിയിൽ നിന്നും എത്ര ആംഗിൾ മാറിയാണെന്നുള്ളതാണ് ബീറ്റ പറയുന്നത്. അപ്പൊ നമുക്ക് ആൽഫയോ ബീറ്റയോ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് റിസൾട്ടന്റ് ഏത് ആംഗിളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് റിസൾട്ടന്റിന്റെ ഡിറക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. റിസൾട്ടന്റിന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാൻ, അതായത് ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഫയോ ബീറ്റയോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കിത് വലിയൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും രണ്ട് കോമ്പിനേഷൻ എടുക്കുക. ഏതാണ്? എ ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്നത് ലോ ഓഫ് സയൻസ് എന്നാണ് വിളിക്കുന്നത്. സൈനുകളാണ് ഇതിനകത്തുള്ളത്, അതുകൊണ്ട് ഇതിനെ ലോ ഓഫ് സയൻസ് എന്നാണ് വിളിക്കുന്നത്. ലോ ഓഫ് സയൻസ് എടുത്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും രണ്ട് കോമ്പിനേഷൻ എടുത്തുകൊണ്ട് ആൽഫയോ ബീറ്റയോ കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് റിസൾട്ടന്റിന്റെ ഡിറക്ഷൻ കൂടി കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ? ഇതാണ് ആ ഒരു പ്രോബ്ലം നിങ്ങളുടെ ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് ഒറ്റയടിക്ക് മറ്റൊരു ഇക്വേഷൻ കൂടി ഇതിനകത്തും നമുക്ക് വേണമെങ്കിൽ ഫോർമുലേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി, അതായത് ഡിറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് തന്നെയാണ്, ഒരിക്കൽ കൂടി ഞാൻ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ട്രയാങ്കിൾ OSN എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ട്രയാങ്കിൾ OSN, ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് ഞാൻ ടാൻ ആൽഫ എഴുതുന്നു. ടാൻ ആൽഫ എത്രയാണെന്നുള്ളത് എഴുതുന്നു. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, കൺസിഡർ ട്രയാങ്കിൾ OSN ഈ വലിയ ട്രയാങ്കിൾ ആണ്. അതിനകത്ത് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ ആണ്. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നാണ്. ഇപ്പൊ ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ SN വരും. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ON വരും. ട്രയാങ്കിളിന്റെ ON എന്നുള്ള വരും. സോ SN ഡിവൈഡഡ് ബൈ ON എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു SN ഡിവൈഡഡ് ബൈ ON എന്ന് പറഞ്ഞാൽ ഏതാണ്? OP പ്ലസ് PN ആണ്. ON എന്ന് പറഞ്ഞാൽ OP പ്ലസ് PN ആണ്. സോ OP പ്ലസ് PN എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു SN ഈസ് ഈക്വൽ ടു SN എന്താണ് നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ട്. SN എന്ന് പറഞ്ഞാൽ B സൈൻ തീറ്റ ആണ്, നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതിനെ B സൈൻ തീറ്റ എന്ന് എഴുതാം SN പകരം. ഡിവൈഡഡ് ബൈ OP എന്ന് പറഞ്ഞാൽ അത് A ആണ്. സോ A പ്ലസ് PN എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് B cos തീറ്റ ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി വേണമെങ്കിൽ എഴുതാം. ഏതാണ്? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു B സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ A പ്ലസ് B cos തീറ്റ എന്നൊരു ഇക്വേഷൻ കൂടിയുണ്ട്. അവിടെ നമുക്ക് നേരിട്ട് കിട്ടാൻ പോകുന്ന എയും ബിയും തീറ്റയും അറിയാമെങ്കിൽ നമുക്ക് ടാൻ ആൽഫ നേരിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് മറ്റേ ലോ ഓഫ് സയൻസിന്റെ കേസിലോട്ട് പോകണ്ട, അല്ലാതെ തന്നെ ടാൻ ആൽഫ നേരിട്ട് കണ്ടുപിടിക്കാത്ത ഇക്വേഷൻ ആണ്. ഇങ്ങനെ ഇഷ്ടംപോലെ ഇക്വേഷൻസ് നമ്മളിപ്പോ ഇവിടെ 4 ഇക്വേഷൻസ് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സയൻസിലാണെങ്കിൽ ഏതെങ്കിലും രണ്ട് കോമ്പിനേഷൻ എടുക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു ടാൻ ആൽഫ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൽഫ ആയിരിക്കും. ആൽഫ എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും എത്ര മാറിയാണ് റിസൾട്ടന്റ് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എയും ബി എന്ന് പറഞ്ഞ രണ്ട് വെക്ടറുകൾ ഉണ്ടെങ്കിൽ അവ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും അവന്റെ ആംഗിളുകൾ, ഡിറക്ഷനുകൾ, ആൽഫ ബീറ്റ എന്നുള്ള ഡിറക്ഷൻ കണ്ടുപിടിക്കാനുമാണ് നമ്മൾ ഈ പ്രോബ്ലത്തിനകത്തൂടെ ചെയ്യുന്നത്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ആദ്യം പറഞ്ഞത്. ഇത് വെറും ഒരു പ്രോബ്ലം അല്ല, നമ്മുടെ ഒരു തിയറിയുടെ ഒരു പാർട്ട് തന്നെയാണിത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഒരു കണക്ഷൻ വെച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നമുക്ക് ആ ഒരു ടോപ്പിക് അവിടെ വേണ്ടപ്പ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് നല്ലൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമ്മുടെ പ്രോബ്ലം നമ്പർ 3. A motor boat is racing towards north with a speed of 25 km/h. Water current in that region is 10 km/h in the direction of 60 degree east of south. Find the resultant direction
ആൻഡ് വെലോസിറ്റി ഓഫ് ദി ബോട്ട്. ഒരിക്കൽ കൂടി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ മോട്ടോർ ബോട്ട് ഈസ് റേസിംഗ് ടുവേഴ്സ് നോർത്ത്. ഒരു മോട്ടോർ ബോട്ട് നോർത്ത് ഡിറക്ഷനിൽ പോവുകയാണ്. അതിന്റെ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട് 25 km/h ആണ്. ഇനി വാട്ടർ കറന്റ് ഇൻ ദാറ്റ് റീജിയൻ ഈസ് 10 km/h. ആ സ്ഥലത്തെ അന്നേരത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് 10 km/h ഉണ്ട്. അത്രയും വെലോസിറ്റി ഉണ്ട് അതിന്. ഇൻ ദ ഡിറക്ഷൻ ഓഫ് 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത്. ഈസ്റ്റ് ഓഫ് സൗത്ത് ഡിറക്ഷനിൽ 60 ഡിഗ്രിയിലാണ് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോട്ടോർ ബോട്ട് എങ്ങനെയായിരിക്കും പോവുക? അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? ഏത് ഡിറക്ഷനിലായിരിക്കും പോകുന്നത്? അപ്പം മോട്ടോർ ബോട്ട് റേസ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ടുവേഴ്സ് നോർത്ത് ആണ്. അതിന്റെ വെലോസിറ്റി 25 km/h ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വെള്ളത്തിന്റെ ഒഴുക്കൊന്നും ഇല്ലെങ്കിൽ അത് നോർത്തിലേക്ക് 25 km/h തന്നെ അത് മൂവ് ചെയ്യും. പക്ഷെ പ്രശ്നം ആ റീജിയനിൽ വെള്ളത്തിന് ഒഴുക്കുണ്ട്. ആ ഒഴുക്കിന്റെ ഡിറക്ഷൻ പറയുന്നുണ്ട് 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്തിലാണ് നമ്മുടെ വാട്ടർ കറന്റ് വരുന്നത്. അതിന്റെ വെലോസിറ്റി 10 km/h ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ആയിട്ട് ഫൈനൽ ആയിട്ട് നമ്മുടെ മോട്ടോർ ബോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും? അതിന്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് നമ്മുടെ ഡയഗ്രത്തിലോട്ട് മാറ്റാം. ഞാൻ തൽക്കാലം നമ്മുടെ പ്രോബ്ലം ഞാൻ വായിക്കുകയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് നോർത്ത് ആണ്, സൗത്ത് ആണ്, വെസ്റ്റ് ആണ്, ഈസ്റ്റ് ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മോട്ടോർ ബോട്ട് പോകുന്നത് ടുവേഴ്സ് നോർത്ത് ആണ്. അപ്പൊ ഞാൻ ആ ഒരു വെക്ടറിനെ ഇങ്ങനെ കാണിക്കുന്നു, ടുവേഴ്സ് നോർത്ത് വിത്ത് എ വെലോസിറ്റി 25 km/h. അപ്പൊ ഞാൻ അതിന്റെ വെലോസിറ്റിയെ ബോട്ടിന്റെ വെലോസിറ്റി എന്ന് കാണിക്കാൻ VB എന്ന് വിളിക്കുകയാണ്. അപ്പം VB എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ വെലോസിറ്റി ആണ്. അത് 25 km/h ആണ്. ബോട്ട് പോകുന്നത് ടുവേഴ്സ് നോർത്ത് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ റീജിയനിലെ വാട്ടർ കറന്റ്, ദ വാട്ടർ കറന്റ് ഇൻ ദാറ്റ് റീജിയൻ ഈസ് 10 km/h ഇൻ ദ ഡിറക്ഷൻ ഓഫ് 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈസ്റ്റ് ഓഫ് സൗത്ത് എന്ന് പറഞ്ഞാൽ സൗത്തിന്റെ ഈസ്റ്റ് ഡിറക്ഷനിൽ, സൗത്ത് ഇതാണ്, സൗത്തിന്റെ ഈസ്റ്റ് ഡിറക്ഷനിലേക്ക് 60 ഡിഗ്രി മാറിയാണ്. അതായത് സൗത്തിന്റെ ഈസ്റ്റ് ഡിറക്ഷനിലേക്ക് 60 ഡിഗ്രിയിലാണ് വെള്ളത്തിന്റെ ഒഴുക്ക് വരുന്നത്, വാട്ടർ കറന്റ് വരുന്നത്. വാട്ടർ കറന്റിന്റെ വെലോസിറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10 km/h ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ലെങ്ത് 25 km/h എന്ന് കൊടുത്തോണ്ട് അതിനുമായിട്ട് ഒരു കമ്പയറബിൾ ആയിട്ടുള്ള ഒരു 10 km/h ലെങ്ത് വാട്ടർ കറന്റിന്റെ ഡിറക്ഷൻ കൊടുത്തിട്ടുണ്ട്. വാട്ടർ കറന്റിന്റെ വെലോസിറ്റി ഞാൻ VC എന്ന് വിളിക്കുകയാണ്. വാട്ടർ കറന്റിന്റെ വെലോസിറ്റി VC, അത് 10 km/h ആണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൗത്തിന്റെ ഈസ്റ്റ് ഡിറക്ഷനിൽ 60 ഡിഗ്രി മാറി ഈ ഒരു റീജിയൻ ഇങ്ങനെയായിരിക്കും വാട്ടർ കറന്റ് വരുന്നത്. ഇങ്ങനെ ഈ ഒരു ആംഗിളിലാണ് വാട്ടർ കറന്റ്, വെള്ളത്തിന്റെ ഒഴുക്ക് ഈ ഒരു ആംഗിളിലാണ്. നമ്മുടെ ബോട്ട് പോകുന്നത് ടുവേഴ്സ് നോർത്ത് 25 km/h പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് ആയിട്ട് ബോട്ട് എങ്ങനെ പോകും? റിസൾട്ടന്റ് വെലോസിറ്റി എന്തായിരിക്കും? റിസൾട്ടന്റ് ബോട്ടിന്റെ ഡിറക്ഷനും എന്തായിരിക്കും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിപ്പോ രണ്ട് കാര്യം അറിയാം. ബോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് നോർത്തിലേക്കാണ് 25 km/h. ഈ ഒരു ഡിറക്ഷനിൽ വാട്ടർ കറന്റ് ഉണ്ട്. അപ്പൊ രണ്ട് വെക്ടർ ഉണ്ട്. ഏതൊക്കെയാണ്? ബോട്ട് പോകുന്ന വെലോസിറ്റിയിൽ ഒരു വെക്ടറും ഉണ്ട്, വാട്ടർ കറന്റിന്റെ വെലോസിറ്റിയിൽ ഒരു വെക്ടറും ഉണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാൽ റിസൾട്ടന്റ് നമുക്ക് എങ്ങനെ കിട്ടും? അപ്പൊ നമുക്കറിയാം ഇത് ഇങ്ങോട്ടേക്ക് ഒരു വെക്ടർ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു വെക്ടർ ഉണ്ട്, രണ്ട് വെക്ടർ ഉണ്ട്. ഇതൊരു വെക്ടർ, ഇത് രണ്ടാമത്തെ വെക്ടർ. രണ്ടുപേരുടെയും കൂടെ ഒറിജിൻ ഇവിടെ കോമൺ ഒറിജിൻ ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ രണ്ടുപേരുടെയും ടെയിലുകൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്നുണ്ട്. നമുക്ക് പാരലോഗ്രാം ലോ യൂസ് ചെയ്തിട്ട് അവരുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. ഇപ്പൊ പാരലോഗ്രാം ലോ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇത് കൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്തു. അതിന്റെ ഡയഗണൽ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും റിസൾട്ടന്റ് വരുന്നത്. ഇതാണ് അതിന്റെ റിസൾട്ടന്റ് വരുന്നത്. അപ്പം ബോട്ട് നോർത്തിലേക്കാണ് റേസ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു ആംഗിളിൽ വാട്ടർ കറന്റ് ഉള്ളത് കൊണ്ട് എഫക്റ്റീവ്ലി ബോട്ട് പോകാൻ പോകുന്നത് ഈ ഒരു ഡിറക്ഷനിലായിരിക്കും. ഇങ്ങനെയായിരിക്കും ബോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ ഇതാണ് റിസൾട്ടന്റ് എന്ന് പറയുന്ന വെക്ടർ. ഇതായിരിക്കും ഈ ഒരു ഡിറക്ഷനിലായിരിക്കും ബോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പാരലോഗ്രാം ലോ വെച്ചിട്ട് നമുക്കത് കിട്ടി. ഇനി നമുക്ക് അതിന്റെ റിസൾട്ടന്റ് വെലോസിറ്റി കണ്ടുപിടിക്കണം, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ശരിയാണല്ലോ? റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ മുമ്പ് ചെയ്ത ആ ലോ ഓഫ് കൊസൈൻസിനകത്തും നമുക്കറിയാം. റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന R is equal to root of A square plus B square plus 2AB cos theta. ഇത് യൂസ് ചെയ്താൽ മതി. അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ A എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും എടുക്കാം.
ഇപ്പൊ ഞാൻ എ എന്ന് പറയുന്നത് വാട്ടർ കറന്റിന്റെ വെലോസിറ്റി എടുക്കുകയാണ്. അപ്പം വാട്ടർ കറന്റിന്റെ വെലോസിറ്റി എത്ര നമുക്ക് തന്നിരിക്കുന്നത് 10 ആണ്. സോ 10 സ്ക്വയർ പ്ലസ് ബി എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോർ ബോട്ടിന്റെ വെലോസിറ്റി എടുക്കാം. അപ്പൊ 25 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 25 ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലത്തെ പ്രോബ്ലം നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അവിടെ നമ്മൾ തീറ്റ എന്ന് എടുത്തിരിക്കുന്നത് രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ ആണ്. അതായത് എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ്. ഇവിടുത്തെ കേസിൽ എ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത് വാട്ടർ കറന്റ് ഇതും, ബി എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ബോട്ടിന്റെ വെക്ടറുമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ വാട്ടർ കറന്റിന്റെ വെക്ടർ ഇങ്ങോട്ടിരിക്കുന്നു, ബോട്ടിന്റെ വെക്ടർ അങ്ങോട്ടിരിക്കുന്നു. അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ പിക്ചറിനകത്ത് നോക്കിയാൽ അറിയാം. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ബാക്കി വരുന്ന 120 ഡിഗ്രി ആയിരിക്കും ഇവരുടെ ആംഗിൾ വരുന്നത്. ബാക്കി 120 ഡിഗ്രി ശരിയാണ്. അതായത് ടോട്ടൽ ഇത് മുഴുവൻ വരുന്നത് 180 ആണ് നമുക്കറിയാം. അപ്പൊ ഇത് 60 പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന 120 ആണ്. അപ്പൊ നമുക്ക് എഴുതാം കോസ് 120 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. എ സ്ക്വയറിന്റെ അവിടെ 10 സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ അവിടെ 25 സ്ക്വയർ പ്ലസ് 2ab അവിടെ 2 ഇൻറ്റു 10 ഇൻറ്റു 25 ഇൻറ്റു കോസ് തീറ്റയുടെ അവിടെ കോസ് 120 വരും. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് കോസ് 120യുടെ വാല്യൂ -1/2 ആണ്. നമ്മൾ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 25 ഇൻറ്റു 1/2. ഇത് -1/2 ആണ്. കോസ് 120 -1/2 ആണ്. അതാണ് ഞാൻ ഇവിടെ മൈനസ് കൊടുത്തത്. സോ 2 ക്യാൻസൽ ആയി. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 22 കിലോമീറ്റർ പെർ അവർ എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് നമ്മുടെ റിസൾട്ടന്റ് ബോട്ട് പോകുന്നത് 22 കിലോമീറ്റർ പെർ അവറിലായിരിക്കും പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന അവൻ 25 കിലോമീറ്റർ പെർ അവർ നോർത്തിലോട്ട് റേസ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു 60 ഡിഗ്രിയിൽ സൗത്തിന്റെ ഈസ്റ്റ് ഡയറക്ഷനിൽ ഒരു 60 ഡിഗ്രിയിൽ ഒരു വാട്ടർ കറന്റ് ഉള്ളത് കൊണ്ട് ഇവന്റെ വെലോസിറ്റി ഒരു അല്പം അത് കുറയ്ക്കും. കുറച്ചതിന് ശേഷം റിസൾട്ടന്റ് വെലോസിറ്റി നമുക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് ഒരു 22 കിലോമീറ്റർ പെർ അവർ അത്ര മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പൊ റിസൾട്ടന്റ് ബോട്ടിന്റെ വെലോസിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് തൊട്ട് മുമ്പിലത്തെ ആ ഒരു പ്രോബ്ലം എന്തിനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ച എന്താണ്, രണ്ട് വെക്ടറുകൾ ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന ആ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും നമുക്ക് കണ്ടുപിടിക്കാം. ശരിയാണല്ലോ. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ഏതായിരുന്നു, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരുന്നു. ആ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടെ രണ്ട് വെക്ടർ ഉണ്ട്. നമുക്ക് ഒന്ന് ബോട്ട് പോകുന്ന വെലോസിറ്റിയുടെ ഒരു വെക്ടർ ഉണ്ട്, രണ്ട് വാട്ടർ കറന്റിന്റെ ഒരു വെക്ടർ ഉണ്ട്. ആ രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് നമ്മളിവിടെ വരച്ച് പാരലോഗ്രാം ലോ വെച്ചിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലായി ആ റിസൾട്ടന്റിന്റെ വെലോസിറ്റി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ എന്താണ്, ഫൈനൽ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടിയ 22 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച്. ഓക്കെ, അടുത്ത് നമുക്ക് ഇവന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കണം. ഡിറക്ഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്കറിയാം നമ്മുടെ ഉള്ളത് ലോ ഓഫ് സൈൻസ് ആണുള്ളത്. അതെന്തായിരുന്നു പറയുന്നത്, r ബൈ സൈൻ തീറ്റ ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റ. ഇതായിരുന്നു നമ്മളോട് പറഞ്ഞത്. ശരിയാണല്ലോ. നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ എടുക്കാം. ഞാനിപ്പോ എടുക്കാൻ പോകുന്നത് r ബൈ സൈൻ തീറ്റ ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റ എന്നുള്ള ഇക്വേഷൻ നമുക്ക് എടുക്കാം. ഇവിടെ നമുക്കറിയാം r എന്ന് പറയുന്നത് റിസൾട്ടന്റ് ബോട്ടിന്റെ വെലോസിറ്റിയാണ്. നമുക്കിപ്പോ കിട്ടി 22 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. സൈൻ തീറ്റ എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു 120 ഡിഗ്രി ആണ്. നമ്മൾ മുമ്പ് എടുത്ത ആ തീറ്റ തന്നെയാണ്, 120 ഡിഗ്രി ആണ്. എ എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വാട്ടർ കറന്റിന്റെ വെലോസിറ്റി ആണ്. അത് 10 കിലോമീറ്റർ പെർ അവർ ആണ്. ബീറ്റ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലത്തെ പ്രോബ്ലം നിങ്ങൾ നോക്കണം. ബീറ്റ എന്ന് പറയുന്നത് റിസൾട്ടന്റും ബി എന്ന് പറയുന്ന വെക്ടറും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അപ്പൊ ഇവിടുത്തെ കേസിലെ റിസൾട്ടന്റ് ഇതാണ്. റിസൾട്ടന്റും ബി എന്ന് പറയുന്ന വെക്ടർ നമ്മുടെ ബോട്ടിന്റെ വെലോസിറ്റി ആയിരുന്നു. അപ്പൊ ഈ ആംഗിൾ ആണ് ബീറ്റ എന്ന് പറയുന്നത്. ഈ ആംഗിൾ ആണ് ബീറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ ബീറ്റയും ആൽഫയും കൃത്യമായിട്ട് മനസ്സിലാക്കണം. തീറ്റ എന്ന് പറയുന്നത് എ വെക്ടറും ബി വെക്ടറും തമ്മിലുള്ള ആംഗിൾ. ആൽഫ എന്ന് പറയുന്നത് എ വെക്ടറും റിസൾട്ടന്റുമായിട്ടുള്ള ആംഗിൾ. ബീറ്റ എന്ന് പറയുന്നത് ബി വെക്ടറും റിസൾട്ടന്റുമായിട്ടുള്ള ആംഗിൾ. ഇവിടുത്തെ കേസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ബീറ്റയുടെ ആ ഇക്വേഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ബീറ്റ എന്ന് പറയുന്നത് ബി വെക്ടറും റിസൾട്ടന്റുമായിട്ടുള്ള ആംഗിൾ. നമ്മളിവിടെ ബി വെക്ടർ എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത് ഈ ബോട്ടിന്റെ വെലോസിറ്റി ആണ്. അപ്പം അതും റിസൾട്ടന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ബീറ്റ. ഇനി എ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന വെക്ടറിന്റെ വെലോസിറ്റി 10 കിലോമീറ്റർ പെർ അവർ ആണ്. ഈ എ. ആർ എന്ന് പറയുന്നത് റിസൾട്ടന്റ് ആണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. നമുക്കിത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അല്ലെങ്കിൽ അത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം, സൈൻ തീറ്റ ഇങ്ങോട്ട് എടുക്കുന്നു, സൈൻ ബീറ്റ
ലെഫ്റ്റിലോട്ട് എടുക്കുന്നു. സോ സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു ഈ സൈൻ തീറ്റ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നപ്പം എ ഡിവൈഡഡ് ബൈ ആർ സൈൻ തീറ്റ എന്ന് കിട്ടും. സൈൻ തീറ്റ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ സൈൻ തീറ്റ കിട്ടി. സൈൻ തീറ്റ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സൈൻ തീറ്റ വന്നു. ആറിനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ആർ വരുന്നു. എ ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ ആർ സൈൻ തീറ്റ എന്ന് കിട്ടി. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ്, വാട്ടർ കറന്റിന്റെ വെലോസിറ്റി ആണ്. 10 ഡിവൈഡഡ് ബൈ ആർ നമുക്ക് കിട്ടിയായിരുന്നു. ദാറ്റ് ഈസ് 22. സൈൻ തീറ്റ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. സൈൻ 120 എന്ന് പറയുന്നത് √3/2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 √3/2 ഇൻറ്റു 22 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ബീറ്റ നമുക്ക് കിട്ടുന്നത് 0.397 എന്നാണ് നമുക്ക് ഓൾമോസ്റ്റ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ബീറ്റ കണ്ടുപിടിക്കുന്നതിനായിട്ട് ബീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.397 എന്ന് നമുക്ക് എടുക്കണം. അത് നമുക്ക് കിട്ടാൻ പോകുന്നത് 23.4 ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടുന്നത്. ബീറ്റ ഈസ് ഈക്വൽ ടു 23.4 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. അപ്പൊ ബീറ്റ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് പറയാം ബോട്ട് പോകുന്നത് നമ്മുടെ നോർത്ത് ഡിറക്ഷനിൽ നിന്ന് 23.4 ഡിഗ്രി എങ്ങോട്ട് മാറിയ ഈസ്റ്റ് ഡിറക്ഷനിലേക്ക് മാറിയാണ് ബോട്ട് പോകുന്നത് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് നോക്കിയറിയാം നമ്മൾ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഏത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തു, √(a² + b² + 2ab cos θ ആ ഇക്വേഷൻ വെച്ചിട്ട് റിസൾട്ടന്റ് ബോട്ടിന്റെ വെലോസിറ്റി 22 km/h എന്ന് കിട്ടി. അതിനുശേഷം ലോ ഓഫ് സയൻസ് എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ r by sin θ is equal to a by sin β is equal to b by sin α എന്നുള്ള ഇക്വേഷനകത്ത് ഏതെങ്കിലും രണ്ട് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ആൽഫയോ അല്ലെങ്കിൽ ബീറ്റയോ കിട്ടും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് നമ്മൾ ബീറ്റ ആണ് കണ്ടുപിടിച്ചത്. ബീറ്റ എന്ന് പറഞ്ഞാൽ ഓർക്കുക ബി വെക്ടറും റിസൾട്ടന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് എടുത്ത ബി വെക്ടർ ഇതായിരുന്നു. അപ്പം ബി വെക്ടറും റിസൾട്ടന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ നമുക്ക് കിട്ടി. അത് 23.4 ആണ്. നമുക്ക് ആൽഫ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കിട്ടുന്നത്, എ വെക്ടറും റിസൾട്ടന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് വെച്ചുകൊണ്ട് ബാക്കി ഇപ്പുറത്തെ ആംഗിളോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡിറക്ഷൻ പറയാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിറക്ഷൻ പറയാം. അപ്പൊ നമ്മളിപ്പോ ആൽഫ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ആംഗിൾ ആയിരിക്കും ആൽഫയ്ക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഈ 60 ഡിഗ്രി കൂടെ കൂട്ടിയിട്ട് സൗത്തിൽ നിന്നും അത്രയും ആംഗിൾ മാറിയാണെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അതിൽ നിന്നും ബീറ്റ എത്രയാണെന്നുള്ളത് 180 മൈനസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ വേണേ നമുക്ക് ആൽഫയോ ബീറ്റ ഏതേലും കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ഞാനിവിടെ ബീറ്റ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ബീറ്റ ഏതാണ്, നമ്മുടെ നോർത്ത് ഡിറക്ഷനിൽ നിന്നും 23.4 ഡിഗ്രി മാറിയാണ് നമ്മുടെ ബോട്ട് പോകുന്നതെന്നുള്ള ആംഗിൾ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ലോ ഓഫ് സൈൻസും ലോ ഓഫ് കൊസൈൻസും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വെക്ടറുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാം, ഡിറക്ഷനും കണ്ടുപിടിക്കാം. ഇനി ലാസ്റ്റ് ഡേയില് നമ്മളൊരു പ്രൂഫ് ചെയ്തപ്പം, ലാസ്റ്റ് സെഷനിൽ നമ്മളൊരു പ്രൂഫ് ചെയ്തപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, റെയിൻ ഈസ് ഫോളിംഗ് വെർട്ടിക്കലി വിത്ത് സ്പീഡ് ഓഫ് 10 km/h. ആ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തപ്പം റെയിൻ താഴേക്ക് പെയ്യുകയാണ്, 10 km/h പെയ്യുകയാണ്. അതിനെ നമ്മളൊരു വെക്ടർ ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ വിൻഡ് അടിക്കുന്നുണ്ട്, വിൻഡ് വീശുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അത് 5 m/s കിലോമീറ്റർ/h അല്ല, m/s. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം നമ്മൾ പാരലോഗ്രാം ലോ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് റിസൾട്ടന്റ് മഴ പെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അതിന്റെ റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തത് എന്തായിരുന്നു, ലാസ്റ്റ് ഡേയിലെ ലാസ്റ്റ് സെഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ട്, നമുക്കറിയാം √(ax² + ay² ചെയ്യുകയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ രണ്ട് വെക്ടറുകളായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്തത് √(a² + b² എന്ന് മാത്രമേ ചെയ്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ചെയ്ത പ്രോബ്ലത്തിൽ അങ്ങനല്ല, √(a² + b² + 2ab cos θ എന്നൊരു ടേം എക്സ്ട്രാ ഉണ്ട്. പക്ഷെ ഈ തൊട്ട് കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലത്തിൽ, കഴിഞ്ഞ സെഷനിലെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തപ്പോൾ ആ cos θയുടെ ടേം നമ്മൾ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. നമ്മൾ അത് ചെയ്യുന്നത് √(ax² + ay² എന്നായിരുന്നു. അവിടുത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ എടുത്തിരിക്കുന്ന രണ്ട് വെക്ടറുകൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം 90 ഡിഗ്രിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അത് നമ്മൾ മുമ്പിലത്തെ ഇക്വേഷനകത്ത് കൊടുത്താൽ √(a² + b² + 2ab cos θയ്ക്ക് അവിടെ cos 90 കൊടുക്കണം. cos 90 0 ആണ്. അപ്പൊ ഈ മൂന്നാമത്തെ ടേം 0 ആയി പോകും. അപ്പൊ മുമ്പ് നമ്മൾ ചെയ്തത് ഏതാണ്, റെസൊല്യൂഷൻ ഓഫ് വെക്ടറിനകത്ത് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്നുള്ള ടോപ്പിക്കില് നമ്മൾക്ക് കിട്ടിയ ഒരു ഇക്വേഷൻ ആയിരുന്നു ഇത്. ഏതാണ്, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ √(ax² + ay² ചെയ്താൽ മതി എന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഓർക്കുക, √(ax² + ay² എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് വെക്ടറിനെ a എന്നും b എന്നും വിളിക്കുകയാണ്, √(a² + b² എന്നേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പം രണ്ട് വെക്ടറുകൾ 90 ഡിഗ്രിയിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകും, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലാക്കാം.
രണ്ട് വെക്ടറുകളുണ്ട്. ആ രണ്ട് വെക്ടറുകൾ 90 ഡിഗ്രിയിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഈ കേസിൽ രണ്ട് വെക്ടർ 90 ഡിഗ്രി ഏതാണ്? റെയിൻ ഈസ് ഫോളിംഗ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. റെയിൻ താഴേക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് വീഴുന്നുണ്ട്. ഇനി വിൻഡ് സ്റ്റാർട്ട്സ് ബ്ലോയിങ് വിത്ത് എ സ്പീഡ് ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദി ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വിൻഡ് വീശുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ രണ്ട് വെക്ടറുകൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം റെയിൻ താഴേക്ക് വീഴുന്നത് ഇങ്ങനെ നമ്മളൊരു വെക്ടർ വരയ്ക്കും. അതുപോലെ വിൻഡ് ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ വീശുന്നത് ഇങ്ങനെ വരയ്ക്കും. അവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ രണ്ട് വെക്ടറുകൾ 90 ഡിഗ്രിയിലാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് വെക്ടറുകൾ 90 ഡിഗ്രിയിൽ വരുമ്പോൾ ഇവയുടെ റിസൾട്ടന്റ് ആയ എങ്ങനെയാണോ മഴ പെയ്യുന്നത് അത് കണ്ടുപിടിക്കാൻ, ഈ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നേരം നമ്മൾ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ മതി. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ മതി, അല്ലെങ്കിൽ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ചെയ്താൽ മതി. ഇനി ഇതിന്റെ ഈ ഒരു ആംഗിൾ ഞാൻ തീറ്റ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ, അതായത് ഈ റിസൾട്ടന്റിന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ വൈ ബൈ എ എക്സ്. ഇനി അല്ലെങ്കിൽ ഇപ്പൊ എ ബി എന്നുള്ള ടേമിലാണ് പറയുന്നതെങ്കിൽ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ഇത് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? എപ്പോഴാണ് രണ്ട് വെക്ടറുകൾ, നമുക്കുള്ള രണ്ട് വെക്ടറുകൾ 90 ഡിഗ്രിയിലാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നും അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി ബൈ എ എന്നും അല്ലെങ്കിൽ എ വൈ ബൈ എ എക്സ് എന്നും ചെയ്താൽ മതി. ഇതിനെ ഏതാണോ പേരിട്ട് വിളിക്കുന്നത്, എയും ബി എന്ന് വിളിക്കുന്നതെങ്കിൽ ബി ബൈ എ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഇനി അപ്പൊ ഈ കേസിൽ ഈ രണ്ട് വെക്ടറുകൾ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് നമ്മൾ അന്ന് അങ്ങനെ ചെയ്തത്, കഴിഞ്ഞ സെഷനിൽ അങ്ങനെ ചെയ്തത്. ഇനി രണ്ട് വെക്ടറുകൾ നമുക്ക് കിട്ടുന്നത് 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ, നമുക്കുള്ള രണ്ട് വെക്ടറുകൾ കിട്ടുന്നത് 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ, അതാണ് നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലം. നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിനകത്ത് ഇങ്ങനെ ഇതിങ്ങനെയായിരുന്നു എ എന്ന് പറഞ്ഞ വെക്ടർ വരച്ചത്, ഇങ്ങനെയായിരുന്നു ബി എന്ന് പറഞ്ഞ വെക്ടർ വരച്ചത്. ഇവർ തമ്മിലുള്ള ആംഗിൾ ആയിരുന്നു തീറ്റ. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ എയും ബിയും തമ്മിൽ 90 ഡിഗ്രി അല്ല. അങ്ങനെ 90 ഡിഗ്രിയിൽ അല്ല വെക്ടർ വന്നതെങ്കിൽ ഇവയുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പാരലോഗ്രാം ലോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ റിസൾട്ടന്റ് നമ്മൾ കണ്ടുപിടിക്കും. ആ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് നിർത്തരുത് പ്ലസ് 2ab കോസ് തീറ്റ എന്നുകൂടി ചെയ്യണം. അവിടെ തീറ്റ എന്ന് പറയുന്നത് എ വെക്ടറും ബി വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ആൽഫ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞാൽ എയും റിസൾട്ടന്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആർ ബൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഇനി അല്ല നിങ്ങൾക്ക് ബീറ്റ ആണ് കണ്ടുപിടിക്കുന്നത്, ബീറ്റ എന്ന് പറഞ്ഞാൽ ബിയും റിസൾട്ടന്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് ബീറ്റ. ബീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ആർ ബൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റ എന്നുള്ള ഇക്വേഷൻ നമ്മൾ എടുക്കണം. ക്ലിയർ ആണല്ലോ? ഇനി അതൊന്നും അല്ല, നമുക്ക് ആൽഫ നേരിട്ടല്ലാതെ കണ്ടുപിടിക്കാം. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്താലും മതി. ഇപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ട് വെക്ടറുകൾ 90 ഡിഗ്രിയിലാണെങ്കിൽ അവയുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മതി. അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ചെയ്താൽ മതി. ഇനി 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ അവയുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ കൊസൈൻ ലോ യൂസ് ചെയ്യണം. അവയുടെ ഡിറക്ഷൻ കണ്ടുപിടിക്കാൻ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനും ഡിറക്ഷൻ കണ്ടുപിടിക്കാൻ ലോ ഓഫ് സൈൻസും യൂസ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ലാസ്റ്റ് പ്രോബ്ലം നോക്കിയാൽ നമുക്കറിയാം. ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വെക്ടറുകളും 90 ഡിഗ്രിയിലൊന്നും അല്ലായിരുന്നു. ഏതാണ്? മോട്ടോർ ബോട്ട് നോർത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. മോട്ടോർ ബോട്ട് നോർത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു വിത്ത് എ വെലോസിറ്റി 25 കിലോമീറ്റർ പെർ അവറിൽ പോകുന്നെന്ന് പറഞ്ഞു. വാട്ടർ കറണ്ട് ഈ ഒരു ഡയറക്ഷനിലുമാണെന്നാണ് പറഞ്ഞത്. വാട്ടർ കറണ്ട് 10 കിലോമീറ്റർ പെർ അവർ ഈ ഒരു ഡയറക്ഷനിലുമാണെന്നാണ് പറഞ്ഞത്. ഇത് 60 ഡിഗ്രി എന്ന് നമുക്ക് തന്നിരുന്നു. അതുകൊണ്ട് ഈ ബാക്കിയുള്ള ആംഗിൾ 120 ആണെന്ന് നമുക്കറിയാം. അതായത് നമുക്കുള്ള രണ്ട് വെക്ടറുകൾ, അതായത് ബോട്ടിന്റെ വെലോസിറ്റിയുടെ വെക്ടറും വാട്ടർ കറന്റിന്റെ വെലോസിറ്റിയുടെ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ല 120 ഡിഗ്രിയാണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തെങ്കിലേ റിസൾട്ടന്റിന്റെ വെലോസിറ്റി കിട്ടത്തുള്ളൂ. ലോ ഓഫ് സൈൻസ് യൂസ് ചെയ്തെങ്കിലേ നമുക്ക് അതിന്റെ ഡിറക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പം ഇപ്പൊ ഏകദേശം നമുക്ക് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുമ്പോൾ ഈ വെക്ടറുകളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, വെക്ടറിന്റെ ഡയഗ്രാംസ് നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്,
അതിന്റെ ഇക്വേഷൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഏകദേശം ഈ ഒരു പോർഷനകത്തുനിന്ന് ഇവിടെ ക്ലിയർ ആണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് നമ്മൾ 2 റീജിയൻ ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഒന്നാമത്തെ റീജിയൻ നമ്മൾ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒന്നാമത്തെ റീജിയൻ നമ്മൾ പഠിച്ചത് ഒരു വെക്ടറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതിനുശേഷം ഇക്വാലിറ്റി ഓഫ് വെക്ടർ, 2 വെക്ടറുകൾ എങ്ങനെ ഈക്വൽ ആകും, വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ബൈ എ റിയൽ നമ്പർ, ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് മാറുന്നത്, നമ്മുടെ ആദ്യത്തെ 2 ടോപ്പിക്കുകൾ. അതിനുശേഷം വെക്ടർ അഡിഷൻ എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. വെക്ടർ അഡിഷൻ 2 രീതിയിൽ വെക്ടറുകളെ ആഡ് ചെയ്യാം. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട്, ഒന്ന് അനലിറ്റിക്കൽ മെത്തേഡും ഉണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡിലാണെങ്കിൽ തന്നെ 2 തരത്തിലുണ്ട്. ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷനും ഉണ്ട്, പാരലോഗ്രാം ലോ ഓഫ് അഡീഷനും ഉണ്ട്. അത് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും. ഇനി അനലിറ്റിക്കൽ മെത്തേഡും നമ്മൾ കണ്ടു. വെക്ടറുകളെ ആഡ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ് നമ്മൾ പഠിച്ചു. ഇപ്പൊ വെക്ടറുകളെ വളരെ ജനറൽ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇക്വാലിറ്റി എങ്ങനെയാണ്, എങ്ങനെ ഇതിനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, ഇത് നമ്മൾ പഠിച്ചു. ഇനി ഈ അഡീഷനും സബ്ട്രാക്ഷനും എന്തിനാണ് പഠിച്ചതെന്നുള്ളത് നമ്മൾ ആ റെയിനിന്റെ പ്രോബ്ലം വെച്ചിട്ടും ഇപ്പൊ വാട്ടർ കറണ്ടും മോട്ടോർ ബോട്ടിന്റെ ആ ഒരു പ്രോബ്ലം വെച്ചിട്ടും നമ്മളൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്ന കോമ്പോണന്റുകളെല്ലാം നമുക്ക് ഇത്തരത്തിൽ ഒരു പിക്ചർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിനകത്തും നമുക്ക് അതിന്റെ എക്സാക്ട് സൊല്യൂഷൻ കിട്ടും എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇതിന്റെ കേസിലാണെങ്കിലും ബോട്ട് പോകുന്ന ഡയറക്ഷൻ നമുക്കൊരു വെക്ടർ വരയ്ക്കാം, വെള്ളത്തിന്റെ ഒഴുക്കുള്ള ഡയറക്ഷൻ അവിടെ ഒരു വെക്ടർ വരയ്ക്കാം. വെക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചായിരിക്കണം. ഒരിടത്ത് 25 ആണെങ്കിൽ അടുത്തത് 10 എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും ചെറുതായിട്ട് വരയ്ക്കുന്നത്. കമ്പയറബിൾ ലെങ്ത് ആയിരിക്കണം വരയ്ക്കേണ്ടത്. കാരണം വെക്ടറിന്റെ ആ ലൈൻ ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് സൂചിപ്പിക്കുന്നത്. ആരോ മാർക്ക് എന്ന് പറഞ്ഞാൽ ഡിറക്ഷനുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ വെക്ടറിന്റെ ആ ഒരു ലോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള കാര്യത്തിന് ഇതിനകത്തോട്ട് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പാരലോഗ്രാം ലോ വെച്ചിട്ടോ ട്രയാങ്കിൾ ലോ വെച്ചിട്ടോ നമുക്ക് ചെയ്താൽ കിട്ടുന്നത് റിസൾട്ടന്റ് ബോട്ട് എതിലെ പോയെന്നുള്ളത് നമുക്ക് കിട്ടും. നമ്മുടെ ഇക്വേഷൻസ് യൂസ് ചെയ്താൽ എക്സാക്ട് ബോട്ടിന്റെ ഡിറക്ഷനും ബോട്ടിന്റെ വെലോസിറ്റി നമുക്ക് കിട്ടും. അപ്പൊ ഇത്തരത്തില് ഒരു പ്രാക്ടിക്കൽ ആയിട്ടൊരു കാര്യം വന്നാൽ നമുക്ക് എങ്ങനെ കാര്യങ്ങളെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് സെഷനിലോട്ട് വരുമ്പോൾ നമുക്കത് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന ഒരു വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടോപ്പിക്ക്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്ക് കൂടിയാണ് നമുക്കിനി രണ്ടാമത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടതുള്ളത്. ഇവിടെ തൽക്കാലം ഞാൻ എന്റെ ഫസ്റ്റ് ടോപ്പിക്കോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. സെക്കൻഡ് ടോപ്പിക്കിൽ ഉടനെ തന്നെ കാണാം. കേട്ടിരുന്നതിന് നന്ദി.